ഇന്ത്യൻ ഡിഫൻസ് ഇതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുമയ്യ. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ സമകാലികമായിട്ട് നല്ല പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ ഡിഫൻസ് എന്ന ഏരിയയിൽ നിന്നാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിഫൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വൈഡായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷേ എക്സാമിന് അങ്ങനെയൊന്നും ചോദിക്കാറില്ല. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ളത് മാത്രം പോയിന്റ് നോട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്ത്യൻ ഡിഫൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ഘടകങ്ങൾ അടങ്ങിയതാണ്. ഇന്ത്യൻ ആർമി ഉണ്ട്, ഇന്ത്യൻ നേവി ഉണ്ട്, ഇന്ത്യൻ എയർഫോഴ്സ് ഉണ്ട്. ഈ 3 മേഖലയും ചേർന്നതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇന്ത്യൻ ഡിഫൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇങ്ങനെ 3 പാർട്ടുകളായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ ആർമിയുമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഇന്ത്യൻ ആർമി നിലവിൽ വന്നത് ശരിക്കും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്താണ്. 1895 എന്ത് വന്നിട്ടുണ്ട്, നമ്മൾ ഇന്നീ കാണുന്ന ഇന്ത്യൻ ആർമി. പക്ഷെ പേരിപ്പോഴാണ് ഇന്ത്യൻ ആർമി. പണ്ട് എന്തായിരുന്നു, പ്രസിഡൻസ് ആർമി എന്നായിരുന്നു അതിന്റെ പേര്, പഴയ പേരാണത്. ഓക്കെ, ഇനി നമുക്കറിയാം എല്ലാത്തിനും അത് തുടങ്ങി വെച്ചൊരു വ്യക്തി ഉണ്ടായിരിക്കും. ഇന്ത്യൻ ആർമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മേജർ സ്ട്രിംഗർ ലോറൻസ് ആണ്. ഓർത്തു വെക്കണം, മേജർ സ്ട്രിംഗർ ലോറൻസ് ആണ്. അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ഈ ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഡിഫൻസിനൊക്കെ ഒരു ഹെഡ് ഉണ്ടായിരിക്കും, നമ്മുടെ സുപ്രീം കമാൻഡർ ഇൻ ചീഫ് എന്നറിയും. ചോദിച്ച ചോദ്യമാണ്, ഇന്ത്യൻ ഡിഫൻസിന് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ സുപ്രീം കമാൻഡർ ഇൻ ചീഫ് ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഓർത്തു വെക്കണം, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇന്ത്യൻ ആർമിയുടെയൊക്കെ ഏറ്റവും അറ്റ്മോസ്റ്റ് ടോപ്പിലുള്ള അതിന്റെ തലവൻ എന്ന് വിളിക്കുന്നത് ആര് തന്നെയാണ്, നമ്മുടെ രാഷ്ട്രപതിയാണ്. അപ്പോൾ നിലവിലുള്ള ഒരു പക്ഷെ ചോദ്യം വരികയാണെങ്കിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചിലപ്പോൾ ഓപ്ഷനിൽ എന്തായിരിക്കും, പ്രസിഡന്റ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരാണോ നിലവിൽ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം രാംനാഥ് കോവിന്ദ് ആണ്. അപ്പോൾ അതുകൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ സുപ്രീം കമാൻഡർ ഇൻ ചീഫ് ഇന്ത്യൻ നേവിയുടെ എയർഫോഴ്സിന്റെ എല്ലാം ആര് തന്നെയാണ്, പ്രസിഡന്റ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ എന്നാൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാം തീരുമാനം എടുക്കുന്നതൊക്കെ ആരാണ്, ഭരണകാര്യങ്ങളൊക്കെ നോക്കുന്നത് പ്രതിരോധ മന്ത്രാലയമാണ്, ഡിഫൻസ് മിനിസ്ട്രിയാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഡിഫൻസ് മിനിസ്റ്റർ നിലവിൽ ആരാണ്, രാജ്നാഥ് സിംഗ് ആണ്. കറന്റ് അഫയർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ഒരുപാട് തവണ ചോദിച്ചതാണ്. ഇപ്പൊ നിലവിൽ ആരാണ്, രാജ്നാഥ് സിംഗ് ആണ്. ഇനി ആദ്യത്തെ ഡിഫൻസ് മിനിസ്റ്റർ, എല്ലാ പൊസിഷനിലും നമ്മൾ ഫസ്റ്റ് മന്ത്രിമാരെ കൂടി ചേർത്ത് പഠിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ഫസ്റ്റ് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ബൽദേവ് സിംഗ് ആണ്. അതുകൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോ നമ്മൾ എന്ത് പറഞ്ഞു, പ്രതിരോധ മന്ത്രിയെ കണ്ടു, ഇതിന്റെ സുപ്രീം കമാൻഡർ ഇൻ ചീഫിനെ കണ്ടു. ഇനി ഈ ഇന്ത്യൻ ആർമിയിൽക്ക് മാത്രമായിട്ട് ഒരു ഹെഡ് ഉണ്ടായിരിക്കും, കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയും. അപ്പോൾ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി, അത് കറന്റ് അഫയർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഓരോ സമയത്തും ഓരോ വർഷം 5 വർഷമൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് മാറാം, ഓരോ വ്യക്തികൾ മാറിക്കൊണ്ട് ഇരിക്കാം. നിലവിൽ ആര് ചോദിച്ചാൽ മനോജ് മുകുന്ദ് നരവനെ ആണ് നിലവിൽ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി എന്നറിയപ്പെടുന്നത്. ഇനി ഇതിന്റെ ഫസ്റ്റ് കമാൻഡർ ഇൻ ചീഫ് ആരെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ കണ്ടു ഇന്ത്യൻ ആർമിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് മേജർ സ്ട്രിംഗർ ലോറൻസ് ആണെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് എന്തിന്റെയും ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ്, അതായത് കരസേനാ മേധാവി എന്നാണ് മലയാളത്തിൽ പറയാം. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള, കാരണം ഇന്ത്യയിലേക്ക് പ്രശ്നമൊക്കെ വരുമ്പോൾ, അതിർത്തി പ്രശ്നം, യുദ്ധം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം, കരസേനാ മേധാവി. അപ്പൊ നിലവിലെ കരസേനാ മേധാവിയെ കണ്ടു. നമ്മുടെ ആദ്യത്തെ കരസേനാ മേധാവിയും ആര് തന്നെയായിരുന്നു, കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള നമ്മുടെ മേജർ സ്ട്രിംഗർ ലോറൻസ് ആണ്. അപ്പോൾ അവരൊക്കെ എന്താണ്, ഇംഗ്ലീഷുകാരാണെന്ന് നമുക്കറിയാം. ഇനി നമ്മുടെ ഇന്ത്യയിൽ ആരായിരുന്നു എന്ന് നമ്മൾ അറിയണമല്ലോ. ആദ്യത്തെ ഫസ്റ്റ് ഇന്ത്യൻ കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള ഇന്ത്യക്കാരൻ ആര് ചോദിച്ചാൽ കരിയപ്പയാണ്. ഓർത്തു വെക്കണം, കരിയപ്പയെ കുറിച്ച് നമ്മൾ ഓർത്തു വെക്കേണ്ടത് കിപ്പർ എന്ന അപരനാമത്തിൽ അറിയുന്ന വ്യക്തി കൂടിയാണ് ആര്, കരിയപ്പ എന്നറിയപ്പെടുന്നത്. കരിയപ്പയാണ് ആദ്യത്തെ ഇന്ത്യയുടെ കരസേനാ മേധാവി, ഇന്ത്യക്കാരനായിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ ആണ് ആര്, കരിയപ്പ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യ എന്ന് മെൻഷൻ ചെയ്യാതെ ആദ്യത്തെ കരസേനാ മേധാവി എന്ന് ചോദിച്ചാൽ അത് മേജർ സ്ട്രിംഗർ ലോറൻസ് ആണ്. ഇനി നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആരായിരുന്നു കരസേനാ മേധാവി, അതാണ് അടുത്ത ചോദ്യമായിട്ട് വരാറ്. അപ്പോൾ ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ് ആരാ ചോദിച്ചാല് സർ റോബർട്ട് ലോക്ക് ഹേർട്ട് ആണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഹേർട്ട് ലോക്കായി എന്ന് ആലോചിച്ചാൽ മതി. സർ റോബർട്ട് ലോക്ക് ഹേർട്ട് ആണ് ആ സമയത്തെ ഡ്യൂറിങ്
ഇൻഡിപെൻഡൻസ്. ആ സമയത്ത് ആരായിരുന്നു കരസേനാ മേധാവി എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഇന്ത്യൻ ചോദിച്ചാൽ KM കരിയപ്പയാണ്. കരിയപ്പ അറിയപ്പെടുന്ന പേരാണ് കിപ്പർ എന്ന അപരനാമത്തിൽ. ഇനി ഇന്ത്യൻ ആർമിയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ ഹയസ്റ്റ് ഹോണററി റാങ്ക് ഉണ്ട്, ചോദിച്ചതാണ്. ഹയസ്റ്റ് ഹോണററി റാങ്ക്, പരമോന്നത ബഹുമതി ഏത് ചോദിച്ചാൽ ഫീൽഡ് മാർഷലാണ്. ഇന്ത്യൻ ആർമിയിൽ കൊടുക്കുന്നതാണ്. ഇതുപോലെ ഹോണററി റാങ്ക് ഏതിൽ വരുന്നുണ്ട്? നേവിയിലും എയർഫോഴ്സിലൊക്കെ വരുന്നുണ്ട്, പക്ഷേ പേരുകൾ മാറുന്നുണ്ട്. ഇവിടെ ഇന്ത്യൻ ആർമിയിലാണെങ്കിൽ എന്താണ് ഓർത്തു വെക്കേണ്ടത്? നമ്മുടെ ഫീൽഡ് മാർഷൽ. ഇത് ആർക്കാണ് ആദ്യമായിട്ട് ലഭിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. ആകെ 2 പേർക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ആ 2 പേരെ മാത്രം നമ്മൾ ഓർത്തു വെച്ചാൽ മതി. ആദ്യമായി ലഭിച്ച ഫീൽഡ് മാർഷൽ ലഭിച്ച വ്യക്തി ആര് ചോദിച്ചാൽ സാം മനേക്ഷാ ആണ്. ഓർത്തു വെക്കുക, സാം മനേക്ഷക്കാണ് ആദ്യമായിട്ട് ഫീൽഡ് മാർഷൽ ലഭിച്ചത്. രണ്ടാമതായിട്ട് ലഭിച്ചത് നമ്മൾ ഇപ്പൊ പറഞ്ഞ നമ്മുടെ കരിയപ്പക്കാണ്. കിപ്പർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ കരിയപ്പക്കാണ് രണ്ടാമതായിട്ട് ഫീൽഡ് മാർഷൽ ലഭിച്ച വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യൻ ആർമിയെ കുറിച്ച് കൂടുതൽ പോയിന്റ്സുകൾ കൂടി നോക്കാം നമുക്ക്. ഇനി ഇന്ത്യൻ ആർമി ഡേ എന്നാണ് ആചരിക്കുന്നത്? ആർമി ഡേ ഒരുപാട് തവണ ചോദിച്ചൊരു പ്രീവിയസ് ചോദ്യമാണ്, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ആർമി ഡേ ആയിട്ട് ആചരിക്കുന്നത് ജനുവരി 15-നാണ്. ഓർത്തു വെക്കണം, ജനുവരി 15-നാണ് ആർമി ഡേ വരുന്നത്. ഇതുപോലെ നേവി ഡേയും എയർഫോഴ്സ് ഡേ ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അതെല്ലാം നമ്മൾ അടുത്ത ടോപ്പിക്കിൽ ചർച്ച ചെയ്യും. ഇപ്പോൾ നമ്മൾ ആർമിയെ കുറിച്ച് മാത്രം ഓർത്തു വെക്കണം. ജനുവരി 15-നാണ് നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ഇന്ത്യൻ ഡിഫൻസ് പാർക്ക് വരുന്നത് കേരളത്തിലെ പാലക്കാട് ഒറ്റപ്പാലം ആണ്. ഓർത്തു വെക്കണം, ഇന്ത്യൻ ഡിഫൻസ് പാർക്ക് വരുന്നത് ഒറ്റപ്പാലത്താണ്. അടുത്ത പോയിന്റ് പറയുന്നത് നമ്മുടെ സായുധ സേനകളിലോട്ടൊക്കെ ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്, അതായത് ഓഫീസേഴ്സിനെയൊക്കെ നിയമിക്കുന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമിയാണ്. ഓർത്തു വെക്കണം, നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗഡക്വാസ്ലെയാണ്. ഓർത്തു വെക്കണം, ഗഡക്വാസ്ലെയാണ് NDAയുടെ ഹെഡ് ക്വാർട്ടർ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ചോദിക്കാറുള്ളത് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാ ചോദിച്ചാൽ ഡെറാഡൂൺ ആണ്. മാറിപ്പോവരുത്, ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ആണെങ്കിൽ ഡെറാഡൂൺ ആണ്. ഇനി നാഷണൽ ഡിഫൻസ് കോളേജ് ആണെങ്കിൽ അത് ന്യൂഡൽഹിയിലാണ്. മാറിപ്പോവരുത്, ഇതിന്റെ ലിസ്റ്റ് ഞാൻ തരുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം, നമ്മുടെ ഏറ്റവും പഴയ സൈനിക അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ റെജിമെന്റ് ഏത് ചോദിച്ചാൽ മെഡ്രാസ് റെജിമെന്റ് ആണ്. അതുകൂടി ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. ഇനി ഇന്ത്യക്ക് പുറത്തുള്ള സൈനിക താവളം ഏത് ചോദിച്ചാൽ ഫർക്കോർ വ്യോമത്താവളമാണ്. ഫർക്കോർ സ്ഥിതി ചെയ്യുന്നത് താജിക്കിസ്ഥാനിലാണ്. അതുകൂടി നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി ഇന്ത്യൻ ആർമിയുടെ മോട്ടോ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ആപ്തവാക്യം എന്നറിയപ്പെടും. സർവീസ് ബിഫോർ സെൽഫ് എന്നാണ്. ഓർത്തു വെക്കണം, സർവീസ് ബിഫോർ സെൽഫ്. അതിന്റെ മറ്റൊരു വേർഷനാണ് പറയുന്നത് സേവ അസ്മകം ധർമ്മ. നിങ്ങൾ ഇംഗ്ലീഷ് ഓർത്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ ആർമിയുമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇന്ത്യൻ ആർമിക്ക് എത്ര കമാൻഡോസ് ഉണ്ട് എന്നുള്ളത്. ഒരുപാട് തവണ ചോദിച്ചതാണ്. 7 കമാൻഡോസ് ആണ് ഇന്ത്യൻ ആർമിക്ക് ഉള്ളത്. അപ്പോൾ ഇനി ഇന്ത്യൻ ആർമിയുടെ 7 കമാൻഡോസ് ആരൊക്കെയാണ് നമുക്ക് ഓർത്തു വെക്കാം. മാറിപ്പോവരുത്, കാരണം നമ്മൾ ഇന്ത്യൻ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടറൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ മാറാൻ പാടില്ല. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു കോഡ് വെച്ച് വേണമെങ്കിൽ ഇതിനെ ഓർത്തു വെക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ 7 കമാൻഡോസ്, എത്ര കമാൻഡോസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നോർത്തിലുള്ളത്, വെസ്റ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർത്തു വെക്കാം. ആദ്യം നമുക്കറിയാം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇതിന്റെ ആദ്യം നമുക്ക് പഠിച്ചു വെക്കാം. അപ്പോൾ നോർത്തിലെ ഇന്ത്യൻ ആർമിയുടെ നോർത്തേൺ കമാൻഡോസിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാ ചോദിച്ചാൽ നമുക്കറിയാം. നോർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെഡ് പൊസിഷൻ ആണ് എപ്പോഴും പറയാറില്ലേ. നോർത്ത് എന്ന് പറയുമ്പോൾ മുഗൾ സൈഡ് ആണല്ലോ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ മാപ്പ് എടുത്താൽ മുഗൾ ഭാഗത്തുള്ള സംസ്ഥാനം ഏത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ജമ്മു ആൻഡ് കാശ്മീരിലെ ഉദ്ധംപൂരിലാണ് ഏതിന്റെ ആസ്ഥാനം വരുന്നത്? നോർത്തേൺ കമാൻഡ്സിന്റെ ആസ്ഥാനം വരുന്നത്. ഓർത്തു വെക്കണം, ജമ്മു ആൻഡ് കാശ്മീരിലെ ഉദ്ധംപൂരിലാണ് നോർത്തേൺ കമാൻഡിന്റെ ആസ്ഥാനം വരുന്നത്. ഇനി അടുത്തത് വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓർത്തു വെക്കുക, വെസ്റ്റിന്റെ പൊസിഷനൊക്കെ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണമെങ്കിൽ നമുക്ക് ആ സ്ഥലം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ഓർത്തു വെക്കാനുള്ളത് ഒരു കോഡ് ഞാൻ പറയാം.
ചാണ്ടി മന്ദിർ ആണ് വെസ്റ്റേൺ കമാൻഡോസിന്റെ ആസ്ഥാനം വരുന്നത്. അപ്പോ ചാണ്ടി മന്ദിർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ അതിൽ വേസ്റ്റ് എന്നൊരു ലോക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോഡായിട്ടാണ് ഇത് മാത്രം, കോഡായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. വേസ്റ്റ് എന്നൊരു കോഡ് വെച്ചിട്ട് പിന്നെ ചാണ്ടി മന്ദിറിലെ ചണ്ടി, അല്ലെങ്കിൽ ചണ്ടി, നമ്മൾ വേസ്റ്റിന് ലോക്കൽ ഭാഷയിൽ യൂസ് ചെയ്യാറുള്ളത് ചണ്ടി എന്നൊക്കെയാണ് അല്ലെ. അപ്പോ ഈ വേസ്റ്റ് ചാണ്ടി അല്ലെങ്കിൽ ചണ്ടി എന്ന കോഡ് വെച്ച് നമുക്ക് ഏത് ഓർത്ത് വെക്കാം, വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം ചാണ്ടി മന്ദിർ ആണ് എന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്തത് ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിന് നമ്മൾ എന്ത് ചെയ്യാം, ഒരു കോഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്കറിയാം ഈസ്റ്റേൺ കമാൻഡ് കൊൽക്കത്തയാണ് അതിന്റെ ആസ്ഥാനം വരുന്നത്. അപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഈസ്റ്റ് കോസ്റ്റ് എന്ന കോഡ് വെച്ച് നമുക്ക് ഏത് കിട്ടും, ഈസ്റ്റേൺ കമാൻഡോസിന്റെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്, കൊൽക്കത്തയിലാണ് വരുന്നത്. കോഡിന് വേണ്ടി പഠിക്കാൻ എളുപ്പമുള്ളവർക്ക് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം, അല്ലാത്തവർ മാത്രം എന്ത് ചെയ്താൽ മതി, കോഡ് ഉപയോഗിച്ച് പഠിച്ചു വെച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് സതേൺ പാർട്ടാണ്. സൗത്തേൺ ആയിട്ട് വരുന്ന നമ്മുടെ ഭാഗമാണ് അല്ലെ, നമ്മളല്ലേ സൗത്ത് പീപ്പിൾസ് ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ സൗത്തിന്റെ ആസ്ഥാനം എവിടെയാ ചോദിച്ചാൽ അത് പൂനെയിലാണ്. ഓർത്തു വെക്കണം, സൗത്ത് കമാൻഡോസിന്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത് പൂനെയിലാണ്. ഇനി അടുത്തതായിട്ട് മൂന്നെണ്ണം വരാനുള്ളത് ഏതൊക്കെ, നമ്മൾ മൊത്തം പറഞ്ഞു 7 ആണെന്ന് പറഞ്ഞു. ഇനി സെൻട്രൽ കമാൻഡോസിന്റെ ആസ്ഥാനം എവിടെയാ സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാല് സെൻട്രൽ വരുന്നത് ലക്നൌവിലാണ്. ഓർത്തു വെക്കണം, സെൻട്രൽ ആർമി കമാൻഡോസ് വരുന്നത് ലക്നൌ ആണ്, ഉത്തർപ്രദേശിലുള്ള ലക്നൌ ആണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ, തെക്ക് പടിഞ്ഞാറിന്റെ ആസ്ഥാനം എവിടെയാ ചോദിച്ചാൽ രാജസ്ഥാനിലെ ജയ്പൂരാണ്. അതുകൂടി ഓർത്തു വെക്കണം. ഇനി അവസാനമായിട്ട് പറയുന്നത് ആർമി ട്രെയിനിങ് കമാൻഡോസിന്റെ ആസ്ഥാനം. ശ്രദ്ധിക്കണം, ആർമി ട്രെയിനിങ് കമാൻഡോസിന്റെ ആസ്ഥാനം എവിടെയാ ചോദിച്ചാൽ അത് ഷിംലയിലാണ്, പശ്ചിമ ബംഗാളിലെ, വെസ്റ്റ് ബംഗാളിലെ ഷിംലയിലാണ് ഏത് വരുന്നത്, ആർമി ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം വരുന്നത്. അപ്പൊ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി, നമ്മളിപ്പം അധികം എല്ലാത്തിന്റെയും ട്രെയിനിങ് ഒക്കെ അധികം ഷിംല, മസൂരി പോലുള്ള സ്ഥലങ്ങളിലാണ് നടക്കാറ്. അപ്പൊ നമ്മൾ സുഖവാസ കേന്ദ്രമായിട്ട് ഫേമസ് ആണല്ലോ ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അതിന്റെ ട്രെയിനിങ് നമുക്ക് എവിടെയാണ്, ഷിംലയിലാണ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. വളരെ നല്ലൊരു അടിപൊളി സ്ഥലമാണെന്ന് കൂട്ടത്തിൽ എങ്ങനെ കോഡ് വേണമെങ്കിൽ അങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കാവുന്നതുമാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യൻ ആർമിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിൽ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റ്സുകളുണ്ട്. ഡേറ്റ്, ആർമി ഡേ മറക്കാൻ പാടില്ല. പിന്നെ ഇന്ത്യക്കാരനായിട്ടുള്ള നമ്മൾ ഫീൽഡ് മാർഷൽ ലഭിച്ചവരെ പറഞ്ഞു. ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള കിപ്പർ എന്ന് പറയുന്ന KM കരിയപ്പയെ കുറിച്ച് പറഞ്ഞു. ഇതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. മാത്രമല്ല ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് ഇവയുടെ എല്ലാം ഹെഡ് ക്വാർട്ടർ വരുന്നത് എവിടെയാണ്, നമ്മുടെ ന്യൂഡൽഹിയിലാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ഓർത്ത് വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഹെഡ് ക്വാർട്ടർ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ടത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സ് കുറച്ച് പോയിന്റ്സ് കൂടി ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് നിലവിൽ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്നായിരുന്നു ആദ്യത്തെ പേര്. നിലവിൽ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1932 ഒക്ടോബർ 8 അപ്പോൾ ഒക്ടോബർ 8 എയർഫോഴ്സ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. മറക്കരുത്, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഒക്ടോബർ 8 ഏത് ദിനമായിട്ട് ആചരിക്കുന്നു ചോദിച്ചാൽ എയർഫോഴ്സ് ഡേ ആയിട്ടാണ്, വ്യോമസേന ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന പേര് പിന്നീട് എന്താക്കി മാറ്റുന്നുണ്ട്, ഇന്ത്യൻ എയർഫോഴ്സ് എന്നാക്കി മാറ്റുന്നുണ്ട്. 1950 ജനുവരി 26 അങ്ങനെ പേര് മാറ്റുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എന്തുണ്ട്, ചീഫ് ഓഫ് ദി എയർ സ്റ്റാഫ്, നമ്മുടെ വ്യോമസേന മേധാവി. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു പിന്നെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള എയർ സ്റ്റാഫ് ആര് എന്നാണ് ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആർമിയിൽ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള വ്യോമസേന മേധാവിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ സുബ്രതോ മുഖർജിയാണ്. ഓർത്തു വെക്കണം, സുബ്രതോ മുഖർജിയാണ്, എയർ മാർഷൽ സുബ്രതോ മുഖർജി, അങ്ങനെയാണ് അത് പറയാറ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട പോയിന്റ്, നമുക്ക് ഇൻഡിപെൻഡൻസ്, അതായത് അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ഹു വാസ് ദി എയർ ചീഫ് മാർഷൽ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആരായിരുന്നു, തോമസ് M. ഹിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും ഉയർന്ന ബഹുമതി ആയിട്ടുള്ള പരമോന്നത ബഹുമതി ഫീൽഡ് മാർഷൽ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ എയർഫോഴ്സിൽ കൊടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ഹോണററി റാങ്കിന് പറയുന്ന പേരാണ് മാർഷൽ ഓഫ് ദി എയർ ഫോഴ്സ്. ഓർത്തുക, മാർഷൽ ഓഫ് ദി എയർ ഫോഴ്സ് എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. ഇനി അത് ലഭിച്ചത് ആർക്ക് ചോദിച്ചാൽ അർജുൻ സിംഗിനാണ്. ഒരേ ഒരു വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളൂ, അത് അർജുൻ സിംഗിനാണ്. അതുകൂടെ ഇതുമായി ബന്ധപ്പെടുത്തി ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എയർഫോഴ്സുമായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. മോട്ടോ ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി.